നമസ്കാരം. കേരളത്തിന്റെ വികസന സ്വപ്നമായ വിഴിഞ്ഞം തുറമുഖ പദ്ധതി അട്ടിമറിക്കാൻ രാപ്പകൽ പണിയെടുക്കുന്ന CPM-ന്റെ മുഖംമൂടി ഒടുവിൽ അഴിഞ്ഞു വീണിരിക്കുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടതോടെ CPM-ന്റെ തന്ത്രങ്ങളെല്ലാം തകർന്നു. ചുരുക്കി പറഞ്ഞാൽ ആവനാഴിയിൽ അമ്പ് നഷ്ടപ്പെട്ട പടയാളിയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ CPM. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അവസാനിച്ച ഉടൻ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ MV ഗോവിന്ദൻ ധൃതി പിടിച്ച് മാധ്യമങ്ങളെ കാണാൻ ക്യാപ്സ്യൂളുമായി ഓടിയെത്തിയത് നമ്മൾ കണ്ടതാണ്. എന്തായിരുന്നു ഇത്ര തിടുക്കം? തങ്ങളുടെ കള്ളത്തരങ്ങൾ വെളിച്ചത്തായതിന്റെ പരിഭ്രാന്തിയായിരുന്നു ആ മുഖത്ത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സത്യങ്ങളൊന്നായി നിരത്തിയപ്പോൾ, വസ്തുനിഷ്ഠമായി നിരത്തിയപ്പോൾ CPM നേതൃത്വം അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയി. ദേശാഭിമാനിയാണ് വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കാനാണ് MV ഗോവിന്ദൻ എത്തിയത്. പക്ഷേ വസ്തുതകൾ പരിശോധിച്ചപ്പോൾ അത് പച്ചക്കള്ളമാണെന്നും തെളിയുകയുണ്ടായി. സത്യം പുറത്തു വന്നപ്പോൾ സ്വന്തം മുഖം രക്ഷിക്കാൻ പാടുപെടുന്ന ഒരു പാർട്ടിയുടെ ഗതികേടാണ് നമ്മളിവിടെ കാണുന്നത്. വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ ഇല്ലാത്ത അദാനി സതീശൻ ഡീൽ ആരോപിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഗോവിന്ദൻ ശ്രമിക്കുന്നത്. ജൂൺ 1 എക്കണോമിക്സ് ടൈംസ് ആണ് വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ചതെന്നും പിന്നീട് മാതൃഭൂമി നൽകിയെന്നും തെളിവുകൾ നിരത്തിയിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറാവാതെ പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് CPM ശ്രമം. എന്നാൽ മലയാളികൾ ഇത്രയും വിഡ്ഢികളാണെന്ന് കരുതരുത് ഗോവിന്ദൻ മാഷെ. സതീശൻ മോദിക്കും അദാനിക്കും വേണ്ടി ഭരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നവർ ആദ്യം ഓർക്കേണ്ടത് CPM കേരളത്തിൽ എങ്ങനെയൊക്കെയാണ് വികസനത്തെ തടസ്സപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ്. വിഴിഞ്ഞം പദ്ധതിയെ തകർക്കാൻ ഇവർ കാണിച്ച ആവേശത്തിന്റെ പകുതിയെങ്കിലും കേരളത്തിന്റെ വികസനത്തിന് കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കേരളം എവിടെ എത്തിയേനെ? സ്വന്തം പാർട്ടിയുടെ കള്ളക്കഥകൾ പൊളിഞ്ഞപ്പോൾ അതൊക്കെ മറച്ചുവെക്കാൻ വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ എത്ര ശ്രമിച്ചിട്ടും വെളുപ്പിക്കാൻ പറ്റിയില്ല. എത്രയൊക്കെ ന്യായീകരിച്ചാലും ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. ഇനി രക്ഷയില്ല. വിഴിഞ്ഞം തുറമുഖം എന്നത് വെറും ഒരു പ്രോജക്റ്റ് അല്ല, കേരളത്തിന്റെ ഭാവിയിലേക്കുള്ള വാതിലാണ്. വി.ഡി. സതീശൻ എന്ന ഭരണാധികാരി ഈ പദ്ധതിയെ കേരളത്തിന്റെ അഭിമാനമാക്കാൻ ഉറച്ചു പ്രവർത്തിക്കുമ്പോൾ അതിനെ കാലുവാരാൻ നോക്കുന്നത് ഇരട്ടത്താപ്പാണ്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കേരളം ലോകത്തിന്റെ നെറുകയിലെത്തും. ഇത് CPM-ന് പേടിയാണ്. കാരണം വികസനം വന്നാൽ പിന്നെ ഇവർക്ക് സമരങ്ങൾ നടത്തിയും പണിമുടക്കിയും ആളുകളെ പറ്റിക്കാൻ കഴിയില്ലല്ലോ. അദാനി ഡീലിനെ കുറിച്ച് രാഹുൽ ഗാന്ധിയോട് മറുപടി പറയണമെന്ന് പറഞ്ഞ് നാടകമാടുന്നവർ തങ്ങളുടെ ഭരണകാലത്ത് അദാനിയുമായി ഒപ്പിട്ട കരാറുകളെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ ഗുണഫലങ്ങൾ കേരളത്തിലെ സാധാരണക്കാർക്ക് ലഭ്യമാകുമ്പോൾ CPM-ന്റെ ഈ കുപ്രചാരണങ്ങൾ ആര് ചെവിക്കൊള്ളാനാണ്? വികസനത്തെ അട്ടിമറിക്കാൻ നോക്കുന്നവരെ ജനങ്ങൾ തന്നെ തള്ളിക്കളയും. ചുരുക്കത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ കേരളം വികസനത്തിന്റെ പാതയിൽ മുന്നേറുകയാണ്. CPM-ന്റെ ഇത്തരം ഇരട്ടത്താപ്പും കുപ്രചാരണങ്ങളും ജനം തിരിച്ചറിയുക തന്നെ ചെയ്യും. സത്യത്തെ എത്ര കള്ളം കൊണ്ട് മൂടാൻ നോക്കിയാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. ഇനിയെങ്കിലും വികസനത്തെ തടസ്സപ്പെടുത്തുന്നത് നിർത്തി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒപ്പം നിൽക്കാൻ CPM എന്ന പാർട്ടി തയ്യാറാവണം.